ഹായ് എവരിവൺ. AI എഞ്ചിനീയേഴ്സ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയേഴ്സ്, അതുപോലെ മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിവ പഠിച്ചു തുടങ്ങുന്നവർ, ഇങ്ങനെയുള്ളവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കമ്മ്യൂണിറ്റിയാണ് ഹഗ്ഗിംഗ് ഫേസ്. ഹഗ്ഗിംഗ് ഫേസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്നിവയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റിയാണ് ഹഗ്ഗിംഗ് ഫേസ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ AI മോഡൽസ് ഷെയർ ചെയ്യുവാനും ഡൗൺലോഡ് ചെയ്യുവാനും ഡിപ്ലോയ് ചെയ്യുവാനും സാധിക്കും. നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണെങ്കിൽ ഗിറ്റ്ഹബ് എന്ന കമ്മ്യൂണിറ്റിയെക്കുറിച്ച് അറിവുണ്ടാകും. ഇവിടെ നമുക്ക് കോഡ് ഷെയർ ചെയ്യുവാനും ഡൗൺലോഡ് ചെയ്യുവാനും സാധിക്കും. ഇതിന് സിമിലറായിട്ട് മെഷീൻ ലേണിംഗ് ഇൻഡസ്ട്രിയിലെ കമ്മ്യൂണിറ്റിയാണ് ഹഗ്ഗിംഗ് ഫേസ്. ഇവിടെ നമുക്ക് മോഡൽസ്, ഡേറ്റാ സെറ്റ്സ് എന്നിവ ഡൗൺലോഡ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സാധിക്കും. ഹഗ്ഗിംഗ് ഫേസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ അവിടെ പ്രധാനമായും 3 കാറ്റഗറീസാണ് കാണാൻ സാധിക്കുന്നത്: മോഡൽസ്, ഡേറ്റാ സെറ്റ്സ്, സ്പേസ്. ഇവിടെ മോഡൽസ് ക്ലിക്ക് ചെയ്താൽ ലക്ഷക്കണക്കിന് മോഡൽസ് ലിസ്റ്റ് ചെയ്യുന്നതായി കാണാം. നമുക്ക് ആവശ്യമുള്ള മോഡൽസ് ഇവിടെ ഫിൽറ്റർ ചെയ്ത് എടുക്കാവുന്നതാണ്. കാറ്റഗറിയുടെ ബേസിൽ മോഡൽസ് ഫിൽറ്റർ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യേണ്ട മോഡലാണ് ആവശ്യമെങ്കിൽ ടെക്സ്റ്റ് ജനറേഷൻ എന്ന ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡൽസ് ലിസ്റ്റ് ചെയ്യുന്നതായി കാണാം. സിമിലർലി വീഡിയോ ടു ടെക്സ്റ്റ്, ഇമേജ് ടു 3D, മാസ്ക് ജനറേഷൻ, വീഡിയോ ടു വീഡിയോ, വീഡിയോ ക്ലാസിഫിക്കേഷൻ, ഇങ്ങനെ ഒരുപാട് കാറ്റഗറീസ് അവൈലബിൾ ആണ്. ഇതുപോലെ തന്നെ മോഡൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ലൈബ്രറിയുടെ ബേസിലും ഫിൽറ്റർ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, പൈടോർച്ച്, ടെൻസർഫ്ലോ, ട്രാൻസ്ഫോമേഴ്സ് ഇങ്ങനെ തുടങ്ങി ഡിഫറെൻറ്റ് ലൈബ്രറി ബേസ്ഡ് മോഡൽസ് അവൈലബിൾ ആണ്. ഇവയുടെ ബേസിലും നമുക്ക് മോഡൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ലാംഗ്വേജിൻ്റെ ബേസിലാണ് മോഡൽ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള ഫിൽറ്ററും അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ലാംഗ്വേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസിലുള്ള മോഡൽസ് ലിസ്റ്റ് ചെയ്യുന്നതായി കാണാം. സോ ഇത്തരത്തിലുള്ള തൗസൻഡ്സ് ഓഫ് മോഡൽസ് ഹഗ്ഗിംഗ് ഫേസിൽ അവൈലബിൾ ആണ്. ഇനി ഒരു മോഡൽ ക്ലിക്ക് ചെയ്താൽ മോഡലിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. മോഡൽ കാർഡ് എന്ന ഈ ഒരു ടാബിൽ മോഡലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. മോഡലിൻ്റെ ഫീച്ചേഴ്സ്, ബെഞ്ച് മാർക്ക് റിസൾട്ട്സ് എന്നിവ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോഡലിൻ്റെ പോപ്പുലാരിറ്റിയും നമുക്ക് അറിയുവാൻ സാധിക്കും. പൈത്തൺ യൂസ് ചെയ്ത് ലോക്കൽ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ഇത്തരം മോഡൽസ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുവാൻ സാധിക്കും. അതിനുള്ള കോഡും ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഹഗ്ഗിംഗ് ഫേസിൽ ഫ്രീ മോഡൽസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ API കീ യൂസ് ചെയ്ത് റൺ ചെയ്യാവുന്ന മോഡൽസും അവൈലബിൾ ആണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന കോഡ് ഡിസ്റ്റിൽ ബേർഡ് എന്ന മോഡൽ യൂസ് ചെയ്ത് സെൻറ്റിമെൻറ്റ് അനാലിസിസ് നടത്തുന്നതിനുള്ള കോഡാണ്. സെൻറ്റിമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് ഇൻപുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസ് ആണോ നെഗറ്റീവായിട്ടുള്ള സെൻറ്റൻസ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് സെൻറ്റിമെൻ്റൽ അനാലിസിസ്. ഫോർ എക്സാമ്പിൾ, ഐ ലവ് ബിൽഡിംഗ് AI പ്രൊജക്ട്സ് എന്നത് ഒരു പോസിറ്റീവായ സെൻറ്റൻസ് ആണ്. ഐ ഡോണ്ട് ലൈക്ക് കോഡിംഗ് ആൻഡ് AI ഇത് നെഗറ്റീവ് രീതിയിൽ പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് സെൻറ്റൻസ് ഒരു മോഡലിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതു തരത്തിലുള്ള സെൻറ്റൻസ് ആണ് എന്ന് ഡിറ്റർമിൻ ചെയ്യാനാണ് സെൻറ്റിമെൻറ്റ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു മോഡൽ നമുക്ക് ലോക്കലി ഇൻസ്റ്റാൾ ചെയ്ത് റൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിനുവേണ്ടി ട്രാൻസ്ഫോമേഴ്സ്, ടോർച്ച് എന്നീ ലൈബ്രറീസ് യൂസ് ചെയ്യണം. അതിനുവേണ്ടി ഈ ഒരു കമാൻഡ് റൺ ചെയ്യുക. ഈ 2 ലൈബ്രറീസും ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഈ ഒരു കോഡ് റൺ ചെയ്യണം. ഇവിടെ ഈ മോഡൽ ഡൗൺലോഡ് ആവുകയും നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റിൻ്റെ സെൻറ്റിമെൻ്റൽ അനാലിസിസ് നടത്തുകയും ചെയ്യുന്നു. ബേസിക്കലി കൊടുക്കുന്ന ഇൻപുട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. ഇതുപോലെ ഡിഫറെൻറ്റ് മോഡൽസ് ഹഗ്ഗിംഗ് ഫേസിൽ അവൈലബിൾ ആണ്. ലോക്കൽ സിസ്റ്റത്തിൽ ഇവ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. മോഡലിൻ്റെ പെർഫോമൻസ് എപ്പോഴും നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ബെറ്റർ കോൺഫിഗറേഷനാണ് നിങ്ങളുടെ സിസ്റ്റം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് മോഡൽസ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഹഗ്ഗിംഗ് ഫേസിൽ കാണുന്ന മറ്റൊരു സെക്ഷനാണ് ഡേറ്റാ സെറ്റ്സ്. ഇവിടെ ഡേറ്റാ സെറ്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്താൽ ഡിഫറെൻറ്റ് ഡേറ്റാ സെറ്റ്സ് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. മോഡൽസിനെ ട്രെയിൻ ചെയ്യിക്കുന്നതിനും ഫൈൻ ട്യൂണിങ് ചെയ്യിക്കുന്നതിനുമാണ് മോസ്റ്റ്ലി ഡേറ്റാ സെറ്റ്സ് യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി എ ഹ്യൂജ് ഡേറ്റ ഫോർ ട്രെയിനിങ് ആൻഡ് ഫൈൻ ട്യൂണിങ്. ഇവിടെയും നമുക്ക് ഫിൽറ്റർ ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് ആവശ്യമുള്ള ഡേറ്റാ സെറ്റ്സ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ മോഡൽസും ഡേറ്റാ സെറ്റ്സും ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ആയിരിക്കില്ല. ചില മോഡൽസിന് അല്ലെങ്കിൽ ഡേറ്റാ സെറ്റ്സിന് നമ്മൾ പെർമിഷൻ റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ എന്ത് പർപ്പസിനാണ് ഈ മോഡൽ അല്ലെങ്കിൽ ഡേറ്റാ സെറ്റ്സ് യൂസ് ചെയ്യുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. സോ അത്തരത്തിലുള്ള മോഡൽസും ഡേറ്റാ സെറ്റ്സും ഹഗ്ഗിംഗ് ഫേസിൽ അവൈലബിൾ ആണ്. ഇവിടെ ഡിഫറെൻറ്റ് കാറ്റഗറീസിലുള്ള ഡേറ്റാ സെറ്റ്സ് അവൈലബിൾ ആണ്. വീഡിയോ ടു ടെക്സ്റ്റ്, ഇമേജ് ടു ഇമേജ്, ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് ഡേറ്റാ സെറ്റ്സ് അവൈലബിൾ ആണ്. ഒരു ഡേറ്റാ സെറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡേറ്റാ സെറ്റ് വ്യൂവർ എന്ന ടാബ് കാണാം. ഇവിടെ ഡേറ്റ നമുക്ക് വ്യൂ ചെയ്യുവാൻ സാധിക്കും. അതുപോലെ
ഡേറ്റാസെറ്റ് കാർഡിൽ ഡേറ്റാസെറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. പോപ്പുലർ ഡേറ്റാസെറ്റ്സിൽ റൈറ്റ് സൈഡിൽ യൂസ് ദിസ് ഡേറ്റാസെറ്റ് എന്ന ബട്ടൺ കാണാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഡേറ്റാസെറ്റ് എങ്ങനെ യൂസ് ചെയ്യണം എന്നതിൻ്റെ കോഡ് സ്നിപ്പറ്റ് കാണാൻ സാധിക്കും. ഓൾറെഡി നമ്മൾ മോഡൽസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. മോഡൽസ് ഡൗൺലോഡ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുവാനും ഇവിടെ സാധിക്കും. അതുപോലെ തന്നെ മോഡൽസ് ഡിപ്ലോയ് ചെയ്യുവാനും ട്രെയിൻ ചെയ്യിക്കുവാനും സാധിക്കും. മോഡലിൻ്റെ ഡീറ്റെയിൽ പേജിൽ റൈറ്റ് സൈഡിൽ ഇതിനുള്ള ഓപ്ഷൻ കാണാം. ബട്ട് ഇത് എല്ലാ മോഡൽസിനും അവൈലബിൾ അല്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി മോഡൽ. ഇവിടെ മോഡലിനെ ട്രെയിൻ ചെയ്യിക്കാൻ 2 ഓപ്ഷൻസ് ഉണ്ട്. ആമസോൺ സേഗ്മേക്കർ ആൻഡ് ദെൻ ഹഗ്ഗിംഗ് ഫേസിൻ്റെ തന്നെ ഓട്ടോ ട്രെയിൻ. ഇവ യൂസ് ചെയ്ത് മോഡലിനെ ട്രെയിൻ ചെയ്യിക്കുവാൻ സാധിക്കും. മോഡൽസിനെ ഡിപ്ലോയ് ചെയ്യുവാൻ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അഷ്യൂർ ML, സ്പേസസ്, ആമസോൺ സേഗ്മേക്കർ, അങ്ങനെ ഡിഫറൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഇവ യൂസ് ചെയ്ത് ഡിപ്ലോയ് ചെയ്യുവാൻ സാധിക്കും. മോഡൽസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇത്തരം ഓപ്ഷൻസ് കാണുന്നത്. എല്ലാ മോഡൽസിനും ഈ ഓപ്ഷൻ കാണണം എന്ന് നിർബന്ധമില്ല. ഇവിടെ യൂസ് ദിസ് മോഡൽ എന്നൊരു ഓപ്ഷൻ കാണാം. ഏത് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ലൈബ്രറി യൂസ് ചെയ്യണം എന്നതിനുള്ള ലിസ്റ്റ് ഇവിടെ കാണാം. ട്രാൻസ്ഫോമേഴ്സ് സെലക്ട് ചെയ്താൽ അതിനുവേണ്ടിയുള്ള കോഡ് സ്നിപ്പറ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ കോലാബ്, കാഗിൾ എന്നിവ യൂസ് ചെയ്ത് ഈ മോഡൽ റൺ ചെയ്യുവാൻ സാധിക്കും. സ്പേസസ്, ഹഗ്ഗിംഗ് ഫേസിൻ്റെ മറ്റൊരു ഫീച്ചറാണ് സ്പേസസ്. മെഷീൻ ലേണിംഗ് മോഡലിൻ്റെ ഡെമോ വെബ് UI യൂസ് ചെയ്ത് ബിൽഡ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സാധിക്കുന്ന ഫീച്ചറാണ് സ്പേസസ്. ബേസിക്കലി നമ്മൾ ബിൽഡ് ചെയ്യുന്ന മോഡലിൻ്റെ ഡെമോ ഒരു UI യൂസ് ചെയ്ത് കാണിക്കുവാൻ സാധിക്കും. ഇതാണ് സ്പേസിൻ്റെ UI. ഇവിടെ ഡിഫറൻറ്റ് പോപ്പുലർ മോഡൽസിൻ്റെ സ്പേസ് ലിസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവയുടെ കാറ്റഗറീസും ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇമേജ് ജനറേഷൻ, വീഡിയോ ജനറേഷൻ, ടെക്സ്റ്റ് ജനറേഷൻ എക്സെട്ര. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇമേജ് ക്ലാസിഫയറിൻ്റെ ഒരു മോഡൽ സ്പേസ് ആണ്. ഇൻപുട്ട് ഇമേജിലെ ഡിഫറൻറ്റ് ഫുഡ് ഐറ്റംസ് ക്ലാസിഫൈ ചെയ്യുന്നതിനുള്ള മോഡലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു ഇൻപുട്ട് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇമേജിൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഉള്ളതെന്നും അവ എത്ര % ഉണ്ട് എന്നും റിസൾട്ടിൽ കാണാൻ സാധിക്കും. ഇതുപോലെ ഡിഫറൻറ്റ് ഇമേജസ് ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അവയുടെ റിസൾട്ടും ഇതുപോലെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുപോലെയുള്ള ഡിഫറൻറ്റ് മോഡൽസിൻ്റെ ഡെമോ സ്പേസിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പുതിയൊരു മോഡൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യുവാനും അവയുടെ ഡെമോ ക്രിയേറ്റ് ചെയ്യുവാനും സ്പേസിലേക്ക് അപ്ലോഡ് ചെയ്യുവാനും നമുക്ക് സാധിക്കും. അതിനുവേണ്ടി മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ലൈബ്രറിയാണ് ഗേഡിയോ. മോഡൽസ്, ഡേറ്റാസെറ്റ്സ്, സ്പേസസ് എന്നിവയാണ് ഹഗ്ഗിംഗ് ഫേസ് കമ്മ്യൂണിറ്റിയുടെ മെയിൻ ഫീച്ചേഴ്സ്. ഹഗ്ഗിംഗ് ഫേസിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ കൺസിഡർ ടു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദി വീഡിയോ. അഡ്വാൻസ്ഡ് AI ടോപ്പിക്കുകളെക്കുറിച്ച് നമ്മുടെ തന്നെ പാരൻറ്റ് ചാനലായ കോഡേഴ്സ് ബ്രാഞ്ച് എന്ന ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ചാനലും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.